ഇന്നത്തെ കത്ത് എന്ന് പറയുന്നത് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള കത്താണ്. നമുക്ക് ഈ സഹകരണ ബാങ്കുകളിലൊക്കെ സ്ഥിരമായി നടക്കുന്നത്, അതിൽ ആരാണോ ഭരിക്കുന്നത്, ഇത് പാർട്ടിയുടെ കീഴിലാണോ ആ ഭരണസമിതി, അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ സഖാക്കളുടെ മക്കൾക്കാണെങ്കിൽ CPM കൊടുക്കും, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ അല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മക്കൾക്ക് കൊടുക്കും. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കത്തും അതുപോലെ ഒരു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്, അവിടുത്തെ ഒരു പ്രാദേശിക നേതാവുമാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് സ്വീപ്പ് തസ്തികയിലേക്ക് ജോലി എന്നുള്ള ശുപാർശയാണ്. ഈ കത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. IC ബാലകൃഷ്ണൻ സ്വാഭാവികമായി നൽകിയിട്ടുണ്ടാവും. പക്ഷേ NM വിജയൻ്റെ കത്താണ് ഏറ്റവും പ്രധാനമെന്നുള്ളതാണ്. ആ കത്തിൽ പറയുന്ന പേരുകൾ ഇപ്പോൾ NM വിജയൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട് കോൺഗ്രസ്. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചത്? മരണത്തിന് ശേഷം പാർട്ടി എങ്ങനെയാണ് തൊട്ടു പിന്നാലെ എങ്ങനെയാണ് പ്രതികരിച്ചത്? 50 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവ്, പാർട്ടിക്ക് ഒരു കളങ്കവും വരാതിരിക്കാൻ, പാർട്ടിയിലെ നേതാക്കളുടെ ഒരു പേരും പുറത്തു വരാതെ ഇത് പരിഹരിക്കാൻ ശ്രമിച്ച ഒരു നേതാവാണ് NM വിജയൻ. ആ മരണ സമയത്ത് എഴുതിയിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പോലും പറയുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടേ ഈ കത്ത് പുറത്തുവിടാവൂ, കാരണം 10 ദിവസം കാക്കണം, എന്നിട്ട് നേതാക്കൾക്കൊരു കുഴപ്പം വരരുത് എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ മരണസമയത്തും ആ കരുതലാണുള്ളത്. ആ കരുതൽ തിരിച്ച് പാർട്ടി കാണിച്ചു എന്നുള്ളതാണ്. അത് സംഭവിച്ചിട്ടില്ല. ഇനി ഈ കോഴ വാങ്ങൽ ഒക്കെ നടന്നിട്ടുണ്ട്. കോഴ വാങ്ങുക എന്ന രൂപത്തിലല്ല, യഥാർത്ഥത്തിൽ 20 പേർക്ക് നിയമനം കൊടുക്കുന്ന, ആ നിയമനത്തിനായി പാർട്ടി ഭരിക്കുന്ന 3 ബാങ്കുകളിൽ അങ്ങനെ നിയമനം കൊടുത്തേക്കാം. അങ്ങനെ നിയമനം കൊടുക്കുമ്പോൾ ഇവരിൽ നിന്ന് പൈസ വാങ്ങാം. ആ പൈസ കൊണ്ട് അത്യാവശ്യം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ആവശ്യമുള്ള ഫണ്ട് സ്വരൂപിക്കുക, അതിനുശേഷം നിയമനം കൊടുക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ആ നിയമനം നടന്നില്ലല്ലോ. അതാണ്, നിയമനം നടന്നില്ല എന്ന് പറയുമ്പോൾ ആ ഭരണസമിതി തന്നെ നഷ്ടപ്പെടുന്നു. BJP അത് പിടിച്ചെടുക്കുന്നു. അത് BJPയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി അതിൽ ഒരു ഡയറക്ടറെ 10 ലക്ഷം കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്നു. അദ്ദേഹം അഴിമതി ആരോപണം പറഞ്ഞ് ബാങ്കിൽ നിന്ന് രാജിവെക്കുന്നു. അങ്ങനെ ആ ഭരണസമിതി വീഴുന്നു. പക്ഷേ വീണ്ടും കോടതിയിലെത്തുമ്പോൾ അത് വീണ്ടും BJPക്ക് കിട്ടുകയാണ്. അപ്പോൾ രണ്ട് ബാങ്കുകൾ BJPക്കും ഒന്ന് CPMനും ഭരണം കിട്ടുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ നിയമനം എന്നുള്ളത് നടക്കാതെ പോയി. അത് പാർട്ടി വിചാരിച്ചിരുന്നില്ല അത് സംഭവിക്കുമെന്ന്. സാധാരണഗതിയിൽ ഈ CPM പ്രവർത്തകരുടെ മക്കൾക്ക് ജോലി കൊടുക്കും, പക്ഷേ അവരിൽ നിന്ന് കോഴ വാങ്ങില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് പക്ഷേ കോഴ വാങ്ങുകയും ചെയ്തിരിക്കുന്നു. നിയമനം കൊടുക്കാനും പറ്റിയില്ല. ശരി, നിയമനം അത് പാർട്ടിക്ക് ഫണ്ടില്ലാഞ്ഞിട്ടാണ്, ഫണ്ട് ഉണ്ടാക്കാനാണ് എന്ന് ഒരു ന്യായത്തിൽ സമ്മതിച്ചാൽ പോലും പിന്നെ ആ പണത്തിൽ ജോലി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പണം തിരികെ കൊടുക്കണ്ടേ? അത് തിരികെ കൊടുക്കുന്നില്ല. അത് പങ്കിട്ടെടുക്കുകയാണ്. 5 ലക്ഷം വീതമൊക്കെ പങ്കിട്ടെടുക്കൽ നടന്നിരിക്കുന്നു. രേഖ എവിടെ? ഒരു രേഖയില്ല. ഈ 2 നേതാക്കളെ കൊണ്ട് 2-3 നേതാക്കളെ കൊണ്ട് പണം വാങ്ങിപ്പിക്കുന്നു. അപ്പോൾ ഇത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നാമ്പുറത്തിരിക്കുകയാണ്. അവരുടെ പേരും തെളിവും കടലാസും ഇല്ല. പിന്നെ ഇത് നേരത്തെ വിവാദമായിട്ടുണ്ട്. നേരത്തെ പാർട്ടി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. പാർട്ടി ഇതുപോലെ തന്നെ KPCC ഒരു സമിതിയെ വിട്ടിട്ടുണ്ട്. ആ സമിതി എന്താണ് ചെയ്തത്? നേരെ പോയി DCCയോട് കാര്യങ്ങൾ തിരിഞ്ഞു. DCCക്ക് ആ സമയത്ത് എതിർപ്പുള്ള 3 പേരുകൾ പറയുന്നു. ആ 3 പേരുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നു. അവരെ സസ്പെൻഡ് ചെയ്യുന്നു. അതിൽ പറയുന്ന നേതാക്കൾ ഒന്ന് ബാലചന്ദ്രൻ, ഗോപിനാഥ്, സണ്ണി ജോർജ്, 3 പേർക്കെതിരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇനി ഈ ബാലചന്ദ്രൻ ഇപ്പോൾ CPM വലിയ പ്രതിഷേധം നടത്തുന്നു. ഈ പ്രതിഷേധം നടത്തുന്ന CPM ഈ PV ബാലചന്ദ്രൻ നേരത്തെ കോഴ വാങ്ങിയ ഒരാളാണ്. ആദ്യത്തെ റാങ്ക് ലിസ്റ്റ്, അതായത് പാർട്ടി പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാണ്ട് മൂപ്പര് തന്നെ ഒരു ലിസ്റ്റിൽ 7 പേരെ എടുക്കാമെന്ന് പറയുന്നു. അവരിൽ നിന്നും 10 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ആരോപണ വിധേയനായപ്പോഴാണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്ത ആളെയാണ് CPM സാരിപ്പിച്ച് CPMലേക്ക് എടുത്തത്. അപ്പോൾ അവിടെ CPM അവിടെ പ്രതിരോധത്തിലാകുന്നുണ്ട്. പിന്നെ BJPയെ സംബന്ധിച്ചും BJPയുടെ ഒരു അംഗത്തിന് കോഴ വാങ്ങിയിട്ടാണല്ലോ ഭരണസമിതി തകർത്തത്. അപ്പോൾ 3 പാർട്ടികൾക്കും ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഓരോ തരത്തിൽ അവരുടെ പങ്ക് വ്യക്തമാവുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസിന് തന്നെയാണ്. ആ മരണത്തിന് ഉത്തരവാദി എന്നുള്ളത്. കാരണം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ, അതിൻ്റെ ഭിന്നശേഷിക്കാരനായ മകൻ അവിടെ താൽക്കാലിക ജോലിയായിരുന്നു. ആ താൽക്കാലിക ജോലി പോലും സ്ഥിരപ്പെടുത്താനുള്ള സാമർഥ്യമില്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ അല്ലേ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രാദേശിക നേതാക്കളോട്, ഒന്ന് എൻ്റെ മകൻ്റെ ജോലി സ്ഥിരപ്പെടുത്തും. വലിയ ജോലിയൊന്നുമില്ല, ഇതൊക്കെ താഴെത്തട്ടിലെ ജോലികളാണ്. സ്വീപ്പ തസ്തിക പോലുള്ള തസ്തികകളാണ് മുഴുവൻ എല്ലാവർക്കും. അപ്പോൾ അതൊന്നും സ്ഥിരപ്പെടുത്താൻ ആവശ്യപ്പെട്ട് നൽകിയില്ല എന്ന് മാത്രമല്ല, അവിടേക്ക് നിയമിക്കേണ്ട ആളുടെ പേരാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ മകനെ മാറ്റിയിട്ട് നിയമിക്കേണ്ട പേരാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അപ്പോഴേ NM വിജയനെ ഇവർ പേരിൽ നിന്ന് വെട്ടിയിട്ടുണ്ട്. അതായത് ഇവർക്ക് കൂടെ നിൽക്കുന്ന ഒരാളല്ല. കൂടെ നിൽക്കുന്നത് വെച്ചാൽ അദ്ദേഹം മടുത്തു, അദ്ദേഹം ലോൺ എടുത്ത് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് അദ്ദേഹം ഒരു അഭിമാനി ആയതുകൊണ്ടും താൻ വാങ്ങിയത് മാത്രമാണല്ലോ തെളിവ് എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. പാർട്ടിയോട് പലതവണ അഭ്യർത്ഥിക്കുന്നു. KPCCക്ക് ഈ കത്തിൽ മുഴുവൻ വിശദാംശങ്ങളും മുമ്പ് എഴുതിയിട്ടുണ്ട്. എന്നെ മരണത്തിലേക്ക് തള്ളിവിടരുതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പോലീസ് സെലക്ഷൻ കിട്ടിയതാണ്. പോലീസ് സെലക്ഷൻ കിട്ടിയിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പോലീസ് സെലക്ഷൻ കരുണാകരൻ്റെ കാലത്ത് കിട്ടിയിട്ടും അതിൽ പോകാതെ അദ്ദേഹം നല്ല കേഡറാണ്, ഇവിടെ പ്രവർത്തിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ച് അവിടെ പ്രവർത്തിപ്പിച്ച ആളാണ്. അപ്പോൾ വ്യക്തിപരമായും നഷ്ടമുണ്ടായ ആളാണ്. അപ്പോൾ ആ കുടുംബത്തോട് എന്ത് ചെയ്തു? ഇപ്പോൾ ഇതൊക്കെ വലിയ വിവാദമാകുകയും
വലിയ പ്രശ്നമാവുകയും ചെയ്ത ഘട്ടത്തിൽ തിരുവഞ്ചൂരിനെ പോലുള്ള ഒരു നേതാവിൻ്റെ അച്ചടക്ക സമിതി ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ഒരു മൂന്നംഗ സമിതി അങ്ങോട്ട് ചെല്ലുന്നു. കാര്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആ കുടുംബത്തിന് വേണ്ട സഹായം നൽകാമെന്ന് പറഞ്ഞാൽ അവർക്കുള്ള 1.5 കോടി കടം പ്ലസ് കുറച്ചുകൂടി പണം നൽകുമെന്നുള്ള ഒരു ഉറപ്പിലാണ് അവരിപ്പോൾ മിണ്ടാതിരിക്കുന്നത്. ആ കുടുംബം മിണ്ടില്ലായിരിക്കാം. ഇനി ഇപ്പോൾ 30 പേരുടെ മൊഴിയാണ് എടുത്തിരിക്കുന്നത്. കുടുംബം മിണ്ടില്ലായിരിക്കാം. പക്ഷേ ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് നടപടി ഉണ്ടാകുന്ന ചോദ്യം അവിടെ നിൽക്കും. ഇപ്പോൾ സാങ്കേതികമായ തെളിവുകളൊന്നും കിട്ടില്ലായിരിക്കും. ഒരു പക്ഷേ IC ബാലകൃഷ്ണൻ ഇത്ര വാങ്ങി എന്നൊരു രേഖ കടലാസ് എന്ന് കിട്ടില്ലായിരിക്കാം. ഇപ്പോൾ പാർട്ടി അന്വേഷണം റിപ്പോർട്ട് ആർക്കെതിരെ പേര് കൊടുക്കുമെന്ന് നമുക്കറിയണമല്ലോ. നേരത്തെ പുറത്താക്കിയവർക്കെതിരെ മാത്രമാണോ? അല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് വരട്ടെ, നമുക്ക് നോക്കാം. ഇതിലാകെ ഒരു വ്യത്യാസം ഞാൻ കാണുന്നത്, ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ആ കുടുംബത്തിനൊപ്പം അവസാനം നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നല്ല കാര്യമാണ്. പക്ഷേ ധാർമ്മികത എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. ധാർമ്മികമായി പാർട്ടി എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു? വായിൽ തോന്നി പറയുന്ന കുടുംബം എന്ന രൂപത്തിൽ ചില നേതാക്കളുടെ പ്രതികരണം വരുന്നു. കത്തിൽ വ്യക്തതയില്ല എന്ന് പറയുന്നു. വ്യക്തമായ കത്ത് നേരത്തെ മരിക്കുന്നതിന് മുമ്പ് 2 തവണ കൊടുത്തതാണ്. അപ്പോൾ വ്യക്തതയില്ല എന്ന് പറയുന്നത് ഇതൊക്കെ മനുഷ്യത്വമില്ലാത്ത സമീപനമാണ്. IC ബാലകൃഷ്ണൻ എന്നൊരു ഒറ്റ നേതാവല്ല, അവിടെ ഒരുപാട് നേതാക്കളുണ്ട്. അവിടുത്തെ പ്രാദേശികമായി പണം വാങ്ങിയ കോഴ വാങ്ങിയ നേതാക്കളൊക്കെ, കറപുരണ്ട നേതാക്കളുടെ പേരുകളൊക്കെ പുറത്തു കൊണ്ടുവരുമോ തിരുവഞ്ചൂർ സമിതി എന്നുള്ളതാണ് അറിയേണ്ടത്. Meet the editors.